Sometimes a medal tells you only a small part of the story. Earlier this month, Teresa Jolly and Gayatri Gopichand made history when they took on the world's best and won that bronze medal at the World Championship in New Delhi. It was a big, significant moment for India. Less than a month ahead of the Asian Games, the Olympics qualifiers looming up, and of course, the Commonwealth Games a few years from now. For Kerala, the small state of Kerala, it was a very special day as Teresa Jolly became the first woman to win a medal at an international badminton championship. Today, I'm joined by Teresa's mother Daisy and father Jolly Matthew, all the way from their home in Kannur in Kerala, to speak to me not just about badminton, but about the struggle and the triumph of a small family who are now seeing their daughter making them proud on the national and the international stage. Mr. Jolly Matthew, ഞങ്ങളുടെ റെഡ് സ്പോർട്സ് ഷോയിലേക്ക് വരാൻ ഭയങ്കര നന്ദി. എനിക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് ആ ഒരു മൊമെന്റ് കേരളത്തിന് ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആണ് ഇത്. ഫസ്റ്റ് ടൈമാണ് ഒരു വുമൺ ആ മെഡൽ ജയിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി എങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്? ആ മൊമെന്റിൽ എന്താണ് ഫീൽ ചെയ്തത്? ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നി. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് രണ്ടാമതാണ് മെഡൽ വരുന്നത്. അപ്പം ഭയങ്കര ആ ഗെയിം എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ആവേശവും സന്തോഷവും അഭിമാനം എല്ലാം തോന്നിയ നിമിഷമായിരുന്നു അത്. അതെ അതെ. So he says that it was a moment of a lot of pride for him and for the family. It was a big achievement and they celebrated it. എനിക്ക് ബാഡ്മിന്റണിനെ കുറിച്ച് ചോദിക്കണ്ട. എനിക്ക് ആക്ച്വലി ചോദിക്കേണ്ടത് ഗോ ബാക്ക് ടു ദ ബിഗിനിങ്. ട്രീസ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സമയത്ത് നിങ്ങൾ വിചാരിച്ചോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും, ഇങ്ങനെ ഒരു മെഡൽ ജയിക്കും, ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിച്ചായിരുന്നോ? ചെറുപ്പത്തിലെ തുടങ്ങിയിരുന്നു കളി. 5 വയസ്സുള്ളപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. 7 വയസ്സുള്ളപ്പം അണ്ടർ 11 മത്സരത്തിന് സ്റ്റേറ്റ് തലത്തിൽ ആദ്യമായിട്ട് പോയി 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് തന്നെ ആ വർഷം തന്നെ കൊച്ചിന് മെഡൽ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ട് പോയി. പിന്നെ വീണ്ടും ഗ്രാമപ്രദേശമാണ്, അവിടെയൊന്നും ബാഡ്മിൻ്റൺ കോർട്ടുകളോ ആർക്കും ബാഡ്മിൻ്റൺ അറിയത്തുമില്ല. ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു, വോളിബോൾ പരിശീലകനുമായിരുന്നു. അപ്പോൾ സ്കൂളിലത്തെ കുട്ടികളെ വെക്കേഷനിൽ വീട്ടിൽ കോർട്ടുണ്ടാക്കി വീട്ടിൽ താമസിപ്പിച്ച് കുട്ടികളെ പരിശീലിപ്പിച്ച് സ്റ്റേറ്റിലും നാഷണലും എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിവിഷനൊക്കെ അവരോടൊക്കെയാണ് മത്സരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിർത്തി കുറച്ച് വെക്കേഷനിൽ മാത്രം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ബാക്കി സ്കൂൾ ടൈമിൽ സ്കൂൾ കോർട്ടിൽ കളിപ്പിക്കുക. അപ്പം അത് കണ്ട് വളർന്നതാണ് ട്രീസ. ട്രീസയുടെ ചേച്ചി മരിയയും കളിക്കുമായിരുന്നു. ഒരേ പോലെയാണ് രണ്ടുപേരെയും ഇറക്കിയത്. അങ്ങനെ ആ കളി കണ്ട് ചെറിയ പ്രായത്തിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ബാഡ്മിൻ്റൺ എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ മെല്ലെ കളി പഠിപ്പിക്കുകയും അതിൻ്റെ ബേസിക് ഒക്കെ അറിയാവുന്നത് കൊണ്ട് അത് ജസ്റ്റ് പഠിപ്പിച്ചു. അതിനുശേഷം മത്സരങ്ങൾക്ക് പോയി, അവിടുന്ന് പൊസിഷൻ വന്നു. പിന്നെ തുടർന്ന് എല്ലാ വർഷവും റാങ്കിങ് ടൂർണമെൻറ്റിനൊക്കെ പോയി. 4ാം ക്ലാസ്സിൽ എത്തിയപ്പം കൊച്ച് അണ്ടർ 30 വിഭാഗത്തിൽ 10 വയസ്സുള്ളപ്പം നാഷണൽസിൽ പങ്കെടുത്തു. അപ്പോൾ മുതൽ നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായി. അതിനുശേഷം 7ാം ക്ലാസ് വരെ എൻ്റെ കീഴിൽ തന്നെ പരിശീലിപ്പിച്ചു. അപ്പോഴത്തേക്കും കോർട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു നീല ടാർപോളിനൊക്കെ ഫുൾ കോർട്ടിൽ വലിച്ചു കെട്ടി. അത് കഴിഞ്ഞ് അന്നൊക്കെ കേരള ടീമിൽ കയറി. അതിനുശേഷം ട്രീസ 5ാം ക്ലാസ്സിൽ എത്തിയപ്പം ഇൻഡോർ കോർട്ട് പണിതു. ക്ലേ കോർട്ടാണ്, നിലം ക്ലേ ആണ്. ബാക്കി നനയാതെ ഷീറ്റൊക്കെ ഇട്ട് GI പൈപ്പിൽ നല്ല രീതിയിൽ ഗ്യാലറിയൊക്കെ ആക്കി കോർട്ടുണ്ടാക്കി. എന്നിട്ട് എപ്പോഴും ലോക്കൽ ടൂർണമെൻറ്റുകൾ നടത്തുമായിരുന്നു. മത്സരങ്ങൾ ഇവിടെയും നടത്തും, പുറത്തും പോയി കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ലോക്കലിൽ കളിച്ച് വൈകിട്ടൊക്കെ ബൈക്കിൽ യാത്ര ചെയ്ത് രാത്രിയിലാണല്ലോ കളിയെല്ലാം കഴിഞ്ഞ് വരും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കൊച്ചിനും നമുക്കെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ 7th വരെ എൻ്റെ അടുത്ത് പരിശീലിച്ചു. അന്ന് അണ്ടർ 15 നാഷണൽസിൽ ഒരു മെഡൽ വന്നു. അതിനുശേഷം
അതിനു മുന്നേ എൻ്റെ ഫ്രണ്ടും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കായിക മേധാവിയായ ഡോക്ടർ അനിൽ രാമചന്ദ്രൻ സാറ് എപ്പോഴും എനിക്ക് ഗൈഡ് തരുമായിരുന്നു, പറഞ്ഞൊക്കെ തരും. എൻ്റെ ഇടയ്ക്കൊക്കെ സാറിൻ്റെ അടുത്ത് പോകും വല്ലപ്പോഴും. അങ്ങനെ 8ാം ക്ലാസ്സിലെത്തിയപ്പം സാറ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു, ആങ്ങാട്. അപ്പോൾ കൊച്ചിനെ അവിടെ നിർത്തി പിന്നെ +1 വരെ സാറിൻ്റെ കീഴിലാണ് പരിശീലനം നടത്തിയത്. അന്ന് മുതൽ ആദ്യം മുതലേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യനായി. പിന്നെ നാഷണൽസിലെല്ലാം മെഡൽ വരാൻ തുടങ്ങി സെയിം കാറ്റഗറിയിൽ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജർമ്മൻ ഓപ്പണിൽ മെഡൽ വന്നു, ഇന്ത്യയെ പ്രതിനിധീകരിച്ച്. അപ്പം മുതലേ നമുക്ക് ഇപ്പോൾ നടക്കുന്നു, ഇനി വരാനിരിക്കുന്നതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ്. സ്വപ്നങ്ങൾ അന്ന് മുതലേ ഉണ്ട്, ഇതെല്ലാം സംഭവിക്കും. കാരണം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മുതിർന്നവർക്കൊപ്പം കളിച്ച് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അന്നേ എനിക്ക് തോന്നലുണ്ടായിരുന്നു. കാരണം അത് ഇപ്പോൾ ഇത് സംഭവിച്ചു, ഇനിയും ഇതിലും വലുത് സംഭവിക്കേണ്ടിയിരിക്കുന്നുവല്ല. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും മാനസിക എല്ലാം ആഗ്രഹിക്കുന്നു, എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെ സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു. അതെ അതെ. So that's a very inspiring tale actually. I think what he's saying, basically what Mr. Jolly Matthew is saying, is that they spotted the talent when Teresa was only 5 years old. They knew that she was special and that she had a talent. And then he basically took me through the journey, that how she participated in the under 11, under 13 and under 15, and at each stage her talent started shining through as she started playing with older children. And he realized that there was a lot of talent available there. They come from a very rural area in the Kannur district of Kerala, where there was no proper court. And his background is that he is a physical education teacher specializing in volleyball. So he took special interest, and she trained under his guidance in the initial years, till she reached the under 15 level, where he realized that now she needs to move to a better kind of infrastructure, better kind of training. And that's when she moved to look at a different kind of inputs in terms of training, infrastructure, etc. He obviously feels really gratified with all the efforts that were put in and the results that have so far come through. They are praying and they are hoping for the well wishes from everybody concerned so that she can go ahead and do well. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങളത് അതിനെക്കുറിച്ച് ഇപ്പം റെഫർ ചെയ്തു. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയണമായിരുന്നു. ബേസിക്കലി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആണെന്ന് പറഞ്ഞല്ലോ, വോളിബോൾ ആണ് സ്പെഷ്യലൈസേഷൻ. അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. ഞാൻ ഒരു അത്ലറ്റ് ആയിരുന്നു, ക്രോസ് കൺട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ലോങ് റൈസർ ആയിരുന്നു. യൂണിവേഴ്സിറ്റിയൊക്കെ മത്സരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിലെല്ലാം പൊസിഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോയത്. താല്പര്യമുള്ളത് കൊണ്ടാണ് ടീച്ചറാകാൻ പോയത്. അതിനുശേഷം അൺഎയ്ഡഡ് സ്കൂളിലാണ് വർക്ക് ചെയ്തത്. പിന്നെ വോളിബോൾ കളിക്കുമായിരുന്നു. പിന്നെ വോളിബോൾ കളിക്കും, ലോക്കൽ ടൂർണമെന്റിനൊക്കെ പോയിട്ടുണ്ട്. അതിന് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് റെഫറി ആയി. അങ്ങനെ റെഫറി ആയി കുറെ കാലം അമ്പയറായിട്ട് റെഫറി ആയിട്ട് മത്സരങ്ങൾക്കൊക്കെ പോയി. അതിനുശേഷം ആണ് ഞാൻ കോച്ചിങ് ഫീൽഡിലേക്ക്, സ്കൂളിലേക്ക്, ഒരു സ്കൂളിൽ വോളിബോൾ പരിശീലകനായി കയറുകയുണ്ടായി. അപ്പം പിന്നെ ഒഫീഷ്യേറ്റിങ് ഒഴിവാക്കി, പിന്നെ പൂർണ്ണമായും കോച്ചിങ് മേഖലയിലേക്ക് പോയി. കോച്ചിങ്ങും ഇത് തന്നെ, വോളിബോൾ കളിപ്പിച്ചു. അതിലെല്ലാം കുട്ടികൾക്ക് അന്ന് നമ്മൾ ഡിവിഷനോടും സായിയോടൊക്കെയാണ് മത്സരിക്കേണ്ടത് കൂടുതലും. വോളിബോളിനൊക്കെ സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് ഗേൾസിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തത് കൊണ്ട് കുറെ കുട്ടികളെ സംസ്ഥാന തലത്തും ദേശീയ തലത്തിലും മത്സരിപ്പിക്കാൻ സാധിച്ചു. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 10ാം ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി യൂത്ത് ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയുണ്ടായി, അഞ്ജലി ബാബു. അതിനുശേഷം അവര് തലശ്ശേരി സായിൽ പോയി ദേശീയ ഏഷ്യൻ ഗെയിംസിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്തും ഞാൻ ട്രീസേനയൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടും ഒന്നിച്ചായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം വൈകിട്ട് ട്രീസയ്ക്കും മരിയയ്ക്കും പ്രാക്ടീസ് കൊടുക്കും, സ്കൂളിലും പോകും. പിന്നെ ഡോക്ടർ അനിൽ രാമചന്ദ്രനെ എടുത്തു പറയേണ്ടതുണ്ട്. സാർ അത് ട്രാൻസ്ഫർ ചെയ്തപ്പം പറഞ്ഞോന്ന് സംശയമുണ്ട്. ഡോക്ടർ അനിൽ രാമചന്ദ്രന്റെ
താല്പര്യപ്രകാരമാണ് പുള്ളിതയാണ് ആദ്യം ഒരു ലോക നിലവാരത്തിലേക്ക് എത്തുമെന്ന് സാറ് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഫെദർ കോക്കും വുഡൻ കോർട്ടിലൊക്കെ കളിക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അന്ന് 8ാം ക്ലാസ്സിൽ നിന്ന് കൊച്ചിനെ തനിച്ച് വേറൊരു സ്ഥലത്ത് നമ്മളെ ഇല്ലാതെ കൊച്ചിനെ അവിടെ നിർത്തിയത്. അതിന് കൊച്ചിൻ റെഡിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്തു. റാങ്കിങ് ടൂർണമെൻറ്റിന് എപ്പോഴും പോകേണ്ടത് കൊണ്ട് കുട്ടിയെ കൊണ്ട് പോകേണ്ടത് ഞാനാണ്. അപ്പം പല കാറ്റഗറിയിലും റാങ്കിങ് ടൂർണമെൻറ്റിന് പോകും. അന്ന് അണ്ടർ 50ലും പോകും, 70ലും പോകും, സീനിയറിനെല്ലാം പോകും റാങ്കിങ്ങിന്. കാരണം നമ്മുടെ എയിം മുകളിലേക്കാണ്. ഇവിടെ സംസ്ഥാന മത്സരങ്ങൾ നടക്കുമ്പോൾ പോലും സംസ്ഥാന മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതെ പിന്നെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ എയിം ഇന്റർനാഷണൽ ലെവലായിരുന്നു. പക്ഷെ ഇവിടെയുള്ളവർക്ക് അന്ന് സംസ്ഥാനത്തിൽ എന്തുകൊണ്ട് കളിച്ചില്ല, നാഷണൽസ് എന്തുകൊണ്ട് കളിച്ചില്ല? അപ്പം നമ്മുടെ ലക്ഷ്യം വലുതായിരുന്നു. അവർ ചിന്തിക്കുന്നതിനെക്കാട്ടിലും മുകളിൽ നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തെ പ്രതിനിധീകരിച്ച് പോകേണ്ട സമയത്ത് ആ സമയത്ത് ജൂനിയർ ഇന്റർനാഷണൽ നടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഇന്റർനാഷണൽ മത്സരത്തിന് നമ്മൾ പോകുമായിരുന്നു. അത് നമ്മൾ എക്സ്പെൻസീവ് റാങ്കിങ് ടൂർണമെൻ്റ് എല്ലാം ആദ്യകാലമൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് എക്സ്പെൻസ് എടുത്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ സ്പോൺസർ. നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ഒരു സ്പോൺസറിങ്ങും ഇല്ലായിരുന്നു, വലിയൊരു സഹകരണമില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സമീപ പ്രദേശത്തെ സംഘടനകളൊക്കെ കൊച്ച് ഇന്ത്യയൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കും എന്നതിലുപരി അതെല്ലാം നമ്മൾ എഫർട്ട് എടുത്താണ് പോയത്. So, Mr. Jolly Matthew was talking to me about his background. He has been an athlete. He's done long distance running, and then he moved over into volleyball, where he played the game, played the sport, and then moved to coaching at the school and college level. Later on, he became a state level referee, and from then onwards, his coaching career began. So, really, the prime mover, the inspiration behind Teresa is clearly from her father's background. The other thing that Mr. Jolly Matthew also spoke to me about was Teresa and her elder sister Maria. Both of them have played the sport, and they started together. In particular, Mr. Matthew wanted to call out the efforts and the contribution from Dr. Anil Ramachandran of the Kannur University, who has been one of the key figures instrumental in ensuring that Teresa moves from where she started in her initial days to starting to play with a feather shuttle and on a wooden court, and then really get going in terms of moving away from home, living on her own, and then eventually finding her way to the Gopichand Academy in Hyderabad. It's been a long, arduous journey. He also spoke about the sacrifices that the family made, the initial expenses, and badminton was not an easy sport to pick up initially. The initial expenses came from friends and family. The family had to go through a lot of hardship. He, in fact, resigned from his job at some point of time, and that is really what went into the making of a champion. അന്ന് ആ ദിവസം ട്രീസയും ഗായത്രിയും ആ ക്വാർട്ടർ ഫൈനൽ ആ മെഡൽ ഗ്യാരണ്ടീഡ് ആയപ്പം നിങ്ങൾ എവിടെയായിരുന്നു? കാരണം ട്രീസ ഞങ്ങൾ ടെലിവിഷനിൽ അന്ന് കണ്ടായിരുന്നു. ഞങ്ങളുടെ ജേർണലിസ്റ്റ് അവിടെ സ്ഥലത്തുണ്ടായിരുന്നു ഡൽഹിയിൽ. അവര് ട്രീസ ആ ഒരു ഇമോഷണൽ മൊമെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കരയുന്നതും ആ ഒരു എക്സ്ട്രാ ഓർഡിനറി വിക്ടറി സെലിബ്രേറ്റ് ചെയ്യുന്നതും ഞങ്ങൾ അത് കണ്ടാണ്. ആ സമയത്ത് നിങ്ങൾ എക്സാക്ട്ലി എവിടെയായിരുന്നു? എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ആരോടാ സംസാരിച്ചിരുന്നത്? ഞങ്ങൾ വീട്ടിലായിരുന്നു. അപ്പം കൊച്ചു ഇമോഷണലായപ്പോൾ നമുക്കും അതേപോലെയായി. കളി കാണുമ്പോൾ നമുക്ക് ആവേശമാണല്ലോ. അപ്പം അന്നേരം നമുക്ക് ഇമോഷണലായി, സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ആദ്യം വിളിച്ചത് ഓർക്കുന്നില്ല. ആ സമയത്ത് കുറച്ച് ബിസി, ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഫ്രണ്ട്സുകളും ഒക്കെ ഇങ്ങോട്ട് വിളിച്ചു. അങ്ങോട്ട് വിളിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് വിളിച്ചത്. കൊച്ച് വിളിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ വിളിച്ചിരുന്നു. ഭയങ്കര ആയിരുന്നു. പിന്നെ സാറിനെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറഞ്ഞത്. എല്ലാരും കളി കണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് നിന്നില്ല. എന്നാലും എങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത വീട്ടില് പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. ഫ്രണ്ട്സൊക്കെ വിളിച്ചു. പിന്നെ അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം സിമ്പിൾ ആൾക്കാരല്ലേ. അതെ.
അപ്പം അങ്ങനെ അങ്ങനെയുള്ളൂ. അതെ. ഫ്രണ്ട്സൊക്കെ ട്രീസ ആയിട്ട് വരുമ്പം സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും. സിമ്പിളൊക്കെ ആയിട്ട് ഹാപ്പിനെസ് ആയിരുന്നു. വരുമ്പം ആകും, ചെയ്യും. പിന്നെ ഇവിടെ ഉടനെ ഒന്നും വരത്തില്ല. ഏഷ്യൻ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പം കൊച്ചു വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ക്ലബ്ബുകാരും നമ്മുടെ അടുത്ത ആൾക്കാരും നാട്ടുകാരെല്ലാം കൂടെ കൂടി സ്വീകരണമൊക്കെ കൊടുക്കും. പണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വന്നപ്പോഴും കുറെ അത് കഴിഞ്ഞ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ കൊച്ചിന് സ്വീകരണം കൊടുത്തത്. അതുപോലെ കൊടുക്കും. എല്ലാവരും ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം അർജുന അവാർഡ് കിട്ടിയല്ലോ. അർജുന അവാർഡിനോടൊപ്പമാണ് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പും കൂടെ നടന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിലെല്ലാം ബാനറെല്ലാം കെട്ടി കൊച്ചിനെ അനുമോദിക്കുന്നുണ്ട് എല്ലാ സംഘടനകളും സുഹൃത്തുക്കളും ഒക്കെ. Okay. So Mr. Matthew was saying that they were at home on that particular occasion. They watched the match on television, and there was, of course, an outpouring of joy within the family and friends. He can't remember who he spoke to first, but they were inundated with a lot of calls that came from family and friends and from well-wishers across the country. A bit later, Teresa had called home and spoken to her father. Um, there was no real celebration really in the house. They are a simple family, but they are waiting for her to get back, and then they will celebrate. Talking about Teresa coming back home, Mr. Matthew talked about the fact that the Asian Games are less than a month away, and so it's going to be some time till she comes back. But when she does eventually, there is going to be a felicitation. The local club is going to get together. There's going to be a reception with banners being put up. Of course, the Arjuna Award is the other big milestone that was bestowed on her. So there is a lot of reason to celebrate, and the family is waiting for her to get back so that they can celebrate. എനിക്ക് അടുത്ത പ്രശ്നം ചോദിക്കാനുള്ളത്, ഒരു ഫാദറിന്റെ നിലയിൽ കുട്ടികൾ ട്രെയിനിങ് ചെയ്യുമ്പം ഇഞ്ചുറീസ് വരാം, ചിലപ്പം ഡിസപ്പോയിന്റ്മെന്റ് വരാം, ചിലപ്പോൾ ഒരു ടൂർണമെന്റ് തോക്കുമ്പം ഒരു ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്റ്റ് വരും. ആ സമയത്ത് ഒരു ഫാദറായിട്ട് എന്തുവാണ് താങ്കളുടെ ഒരു റിയാക്ഷൻ? താങ്കൾ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്ത് ട്രീസനെ? മത്സരങ്ങൾക്ക് എപ്പോഴും ഞാൻ തന്നെയാണ് കൊണ്ടുപോകാറ്. എല്ലാ കോമ്പറ്റീഷനും, നാഷണൽ കോമ്പറ്റീഷനെല്ലാം കൂടുതലും ഞാനാണ് പോകാറ്. അടുത്തുള്ളതിൽ മാത്രമേ അന്ന് അനിൽ സാറ് മേജർ കോമ്പറ്റീഷനൊക്കെ വരാറുള്ളൂ. കാരണം അവർക്കൊന്നും അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ, അവരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ, ട്രെയിനിങ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാ കോമ്പറ്റീഷനും ഞാനാണ് പോകുന്നത്. പക്ഷെ തോൽവിയെ നമ്മൾ തോൽവിയായിട്ട് കണ്ട് അതിൽ നിന്ന് എന്തൊക്കെ ഫാൾട്ടുകളാണ് വന്നത് എന്ന് പരിശോധിച്ച് അത് പരിഹരിച്ച് അടുത്ത ടൂർണമെന്റ് അതിന് വേണ്ട വർക്കൗട്ടും ആണ് സാറും കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഫാൾട്ട് എന്താണോ അതനുസരിച്ച് നമ്മൾ കളിക്കാൻ പോകുമ്പം ഒപ്പോണന്റ് നമ്മളും കളിക്കുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ടല്ലോ. എവിടെ നിർത്തിയിട്ടാണ് അവർ നമ്മളെ തോൽപ്പിച്ചത്, നമ്മുടെ ഏത് പൊസിഷനിലാണ് ഫാൾട്ട് ഉള്ളത് എന്ന് നമ്മളെക്കാട്ടിലും ഓപ്പോണന്റ് കളിക്കുമ്പോൾ നമുക്കത് തിരിയും. അതിനെയൊക്കെ പരിഹരിച്ച് പോകും. പിന്നെ ഇഞ്ചുറികളൊക്കെ ഇപ്പോൾ ഈ മത്സരത്തിന് തൊട്ട് മുന്നേ ഒരു മാസം മുന്നേ, ഒരു മാസമേ ആയുള്ളൂ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് ട്രീസ. അതുവരെ 7th വീക്കൊക്കെ ബെഡ് റെസ്റ്റ് ആയിരുന്നു കൂടുതലും. ഗോപിച്ചന്തിലായിരുന്നു, വീട്ടിലല്ലായിരുന്നു. അവിടെ നിന്ന് തന്നെ ബെഡ് റെസ്റ്റ് ഒക്കെ എടുത്ത് അതിൽ മെന്റൽ പവർ, അവിടെ ഭയങ്കരമായ മെന്റൽ പവർ കൊണ്ട് മാത്രമാണ് ഇതിനെല്ലാം ഓവർകം ചെയ്തു പോകുന്നത്. അല്ലെങ്കിലൊന്നും ആരും ഈ ഒരു മാസം കഴിഞ്ഞ പാടെ ഇത്രയും വലിയൊരു ടൂർണമെന്റിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരോട് മത്സരിച്ച് സെമിയിലെത്തുക എന്ന് പറയുന്നതൊന്നും അത്ര ചെറിയ കാര്യമല്ല. അതും ട്രീസയുടെ ബെസ്റ്റ് പെർഫോമൻസ് പോലെ തന്നെ തോന്നി. ഇതിനു മുന്നേ കളിച്ച ആ പെർഫോമൻസിനെക്കാട്ടിലും ഈ പെർഫോം ചെയ്തെന്ന് തന്നെ പറയാം. ഈ ടൂർണമെന്റുകളിൽ ഈ 3 മാസം റെസ്റ്റ് എടുത്ത് ഈ 1 മാസം വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ പഴയ പെർഫോമൻസ് പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ മാച്ചിൽ കളിച്ചു എന്ന് തന്നെ വിലയിരുത്താം. കളിച്ചു, അതാണ്. അതുപോലെ ഗായത്രിയും ഭയങ്കര ഫോമിൽ കളിച്ചു. പഴയതിലും നല്ല ഫോമിലേക്ക് പെർഫോമൻസ് അവർക്ക് ഈ ടൂർണമെന്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മാച്ച് കളിച്ചത്, മാച്ചിൽ നന്നായി കളിക്കാൻ പറ്റിയത്. അതെ അതെ. ഓക്കെ,
Really inspiring words from Mr. Matthew. Basically, he was the one who accompanied her during the initial period. While Dr. Anil Ramchandran was there training her, he could not accompany her. So, the formative years, the father accompanied Teresa for all the tournaments. Whenever she would lose, whenever there was a loss, they would first of all accept the faults and then analyze the faults, father and daughter together. And they would study the opponent and then figure out what needs to be fixed and then work on that in a very concerted manner. He believes, in fact, that this is Teresa's best victory ever because she was injured. She went through bed rest, out of action for about 3 months, and the actual preparation time was only about a month. So, between Gayatri and Teresa, he believes that this was her best performance ever. And that's a very big message coming from the father. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് മലയാളികൾക്ക് ഇതൊരു വലിയ മൊമെന്റ് ആണ്. കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് ട്രീസ ആ മെഡൽ ജയിക്കുന്നത്. കേരളത്തില് ബാഡ്മിന്റൺ പോപ്പുലർ ആണ്, പലരും കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങള്, ചെറിയ ഗേൾസ് പലരും ഇത് സ്പോർട്ട് പ്രൊഫഷണൽ ലെവലിൽ, നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ പോകുമ്പോൾ, ഞാൻ കുട്ടികളെ കൊണ്ട് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ഇരട്ടി ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഇറക്കുന്നുണ്ട്. 4 വയസ്സ് 5 വയസ്സിലെ ഇഷ്ടംപോലെ അക്കാദമികളുണ്ട് കേരളത്തിൽ, ഇഷ്ടംപോലെ അക്കാദമികളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെ കുട്ടികൾ, പേരൻറ്റും എഫർട്ട്, ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. മികച്ച കോമ്പറ്റീഷൻ കുട്ടികൾക്ക് കിട്ടണം. പ്രാക്ടീസ് സമയത്ത് നല്ല കോമ്പറ്റീഷൻ കിട്ടണം. പിന്നെ അവർക്ക് വേണ്ട എല്ലാ കോച്ചിങ്ങും, അവരുടെ മാനസിക ധൈര്യവും ശാരീരിക ഫിറ്റ്നസ്സും അതെല്ലാം എല്ലാം കണക്കിലെടുത്ത് വേണം ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ. ഹൈ പൊസിഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പേരൻസും കുട്ടികളും ബേസിക് തന്നെ നല്ല വിദഗ്ധ പരിശീലന സെൻറ്ററിൽ തന്നെ പോയി പരിശീലിക്കുക. നമ്മുടെ ഇതൊക്കെ ഞാൻ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് വലിയ അക്കാദമിയിലല്ല വിട്ടത്, പേഴ്സണലായിട്ടാണ് ട്രീസയെ അനിൽ സാർ നോക്കിയത്. ഞാനും പേഴ്സണലായിട്ടാണ് നോക്കിയത്. ഇപ്പോൾ എല്ലാം ഒരു ക്യാമ്പിൽ ഒരാൾ 10ഉം 15ഉം കുട്ടികളെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോഴാണ്, ഇൻഡിവിജ്വലായിട്ട് കോച്ചിങ് കൊടുക്കുമ്പോഴാണ് കൂടുതൽ മുന്നിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ളൂ. ഇപ്പം നമ്മളാണേലും ട്രീസയ്ക്കാണേലും ട്രീസയെ തന്നെയാണ്, ട്രീസയുടെ ടീമിനെ തന്നെ പരിശീലിക്കാൻ 2-3 കോച്ചസും അസിസ്റ്റൻ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മളിവിടെ 10-20 കുട്ടികൾക്ക് ഒരു കോച്ച് അങ്ങനെ പോയാൽ കളി പഠിക്കുകയുള്ളൂ. കൂടി വന്ന സ്റ്റേറ്റ് പൊസിഷൻ വരും, നാഷണൽ പോകും, പൊസിഷൻ വരും. നമ്മളൊരു ഹൈ പൊസിഷനിലേക്ക് പോകണമെങ്കിൽ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ ട്രെയിനിങ് കൊടുക്കണം. ഞാൻ അങ്ങനെ കൊടുത്തു. ഞാൻ എൻ്റെ കയ്യിൽ 7ാം ക്ലാസ് വരെ ഞാൻ തന്നെ കൊടുത്തു. വേറെ ആരെയും അതിന് ആരുടേതും നമ്മൾ വിദഗ്ധ പരിശീലനമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവൊന്നും അധികമൊന്നും നേടിയില്ല. അതുപോലെ അനിൽ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ അനിൽ സാറിൻ്റെതായ രീതിയിൽ അനിൽ സാർ ചെയ്യിപ്പിച്ചു. നമ്മൾ അല്ലാതെ കൂടുതൽ ആൾക്കാരുടെയും കൂടുതൽ കുട്ടികളും കൂടുതൽ പുറത്തെ കമൻറ്റുകളോ അല്ലെങ്കിൽ പല കോച്ചുകളും പറയാറൊക്കെ ഉണ്ട്. അതിനൊന്നും നമ്മൾ മൈൻഡാക്കാറില്ല. നമ്മൾ നമ്മുടേതായ ശൈലിയിൽ പോയി, നമ്മുടേതായ കാഴ്ചപ്പാടിൽ നമ്മൾ പോയി, ഞാനും സാറും. ആ കാഴ്ചപ്പാടിലൂടെയാണ് 11th എത്തിയപ്പം ഗോപിചന്ദിലേക്ക് പോയി. അത് ഒളിമ്പിക് പോഡിയം സ്കീമിലൂടെ പോയതാണ്. അങ്ങനെ വന്നപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അതുവരെ സിംഗിൾസ് ആയിരുന്നു കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഡബിൾസിലേക്ക് ചെന്നത്. അതുമല്ല, ഡബിൾസും ഇവിടെ ഉള്ളവരെല്ലാം സിംഗിൾ എന്ന് പറഞ്ഞു നടക്കുന്നു. നമ്മൾ സിംഗിൾ മാത്രം കളിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ സമയം ഈ ലെവലിൽ എത്തണം എന്നില്ല. കാരണം നമ്മുടെ കാറ്റഗറിയിൽ മാത്രമേ നമ്മൾ അന്ന് നിന്നുള്ളൂ. പക്ഷെ നമ്മൾ ഉയർന്ന കാറ്റഗറിയിലേക്ക്, ഡബിൾസിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് ഗായത്രി നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ ഡബിൾസിലേക്ക് വന്നത് കൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയത്. അതുകൊണ്ട് സിംഗിൾസ് മാത്രം നോക്കാതെ പവറും ഇതൊക്കെ സ്ട്രെങ്തും ഉണ്ടെങ്കിൽ ഡബിൾസിലേക്കും കൂടെ പോയി നമുക്ക് ഏതിലാണോ സാധ്യത കൂടുതൽ അതിലേക്ക് കൂടെ പോകണം. ചിലപ്പം ഡബിൾസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുകയല്ല ആദ്യകാലങ്ങളിൽ കോച്ചസൊന്നും, എല്ലാം സിംഗിൾസ്
ആണ് താല്പര്യം കൊടുക്കുന്നത്. പക്ഷേ ഡബിൾസിനും ആദ്യമേ മുതലേ പ്രാധാന്യം കൊടുത്തു പോവുകയാണെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്റർനാഷണൽ മെഡൽ വരുന്നത്. എന്തുകൊണ്ട് വനിതകളില്ല? ഇപ്പോഴാണേലും 90-ലൊന്നും കുട്ടികൾ മുകളിലേക്ക് വരുന്നില്ല. നമ്മളൊക്കെ 70-ന്ന് സീനിയർ ടീമിൽ കയറി. നമ്മുടെ കാലത്ത് 70 ആയപ്പോഴത്തേക്ക് സീനിയർ ടീമിൽ കയറി. ഇപ്പോൾ 90-ലുള്ളവർ പോലും മറികടന്ന് വരണ്ടേ. അപ്പം ഡബിൾസിന് കൂടുതൽ പ്രാധാന്യം കൂടെ കൊടുക്കണം. സിംഗിൾസിനുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സിംഗിൾസിൽ നിന്നും ഉള്ളവരും താഴെ ഡബിൾസും അല്ലെങ്കിൽ മിക്സ്ഡ് ഡബിൾസിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നിരുന്നാലും ഗായത്രിയൊക്കെ സിംഗിൾ ആയിരുന്നു, സിംഗിൾ ചാമ്പ്യൻ ആയിരുന്നു. അതിൽ നിന്നാണ് ഡബിൾസിലേക്ക് വന്നത്. അപ്പോൾ ഡബിൾസിലേക്ക് ആർക്കും വരാം. വരുന്നില്ലാത്തത് കൊണ്ടും അങ്ങനെ നല്ല കഴിവുള്ളവൻ ആദ്യമേ ഡബിൾസിലേക്കൊന്നും വരാതെ സിംഗിൾസ് തന്നെ പയറ്റി നിന്നുകൊണ്ടായിരിക്കും പിന്നെ ഡബിൾസിലേക്ക് വരുമ്പം മുകളിലേക്ക് എത്താൻ പറ്റത്തില്ല. അപ്പത്തേക്ക് സമയം കഴിഞ്ഞു പോകും. ചെറുപ്പത്തിൽ തന്നെ കയറി പോയാലേ ഉള്ളൂ ടോപ്പ് ലെവലിലേക്ക് എത്തുള്ളൂ. ഇവര് കറക്റ്റ് സമയത്തിൽ 16-ാം വയസ്സിൽ ഡബിൾസ് പാർട്ണറായി. ഇപ്പൊ 6 വർഷം ആയല്ലോ. 6 വർഷം 2020-ലാണ് പോയത്. ഇപ്പൊ 6 വർഷമായി. 6 വർഷം മുന്നേ എന്ന് പറയുമ്പം 17 വയസ്സിലേ ഉള്ളൂ. ഇപ്പം 23 ഉള്ളൂ. 17-ാം വയസ്സിൽ തന്നെ ഇവര് ഡബിൾസിന് പ്രാധാന്യം കൊടുത്ത് സീനിയർ കോമ്പറ്റീഷന് പോകാൻ തുടങ്ങി. അതുപോലെ പോയത് കൊണ്ടാണ് ഈ ലെവലിൽ എത്തിയത്. അതുപോലെ ഇനി വരുന്ന ഈ കുട്ടികൾക്കും ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന കോമ്പറ്റീഷനുകളിൽ പോകണം. നമ്മുടെ കാറ്റഗറിയിൽ നമ്മുടെ ജില്ലയെ മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് മാത്രം. ഞാനിന്ന് സ്റ്റേറ്റ് ചാമ്പ്യൻ ആകുന്നതിന് മുന്നേ നാഷണലിൽ പോയി പങ്കെടുക്കും. നാഷണൽ പോയി പങ്കെടുത്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് സ്റ്റേറ്റിൽ നമ്മൾ വിൻ ചെയ്ത്. അതുപോലെ നാഷണൽ വിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇന്റർനാഷണൽ മത്സരങ്ങൾക്ക് പോകും. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നെ നമ്മൾ വന്നിട്ട് നാഷണൽ ചാമ്പ്യൻ ആകും. പലരും പണ്ട് ചോദിക്കും, നാഷണൽ ചാമ്പ്യൻ ആകാതെ ഇന്റർനാഷണൽ പോകുന്നത് ആദ്യം നിങ്ങൾ അത് ഇവിടുത്തെ സാധാരണ കോച്ചുമാരുടെ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ സംഘാടകരുടെ ചിന്താഗതി. നമ്മൾ ഉയർന്ന സ്ഥലത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വരുമ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കളിക്കാനുള്ള എക്സ്പീരിയൻസും അതെല്ലാം ലഭിക്കും. അതെല്ലാവരും അത് ചെയ്യാറില്ല. ഞാനൊക്കെ പണ്ട് അണ്ടർ 30 കോച്ചിനെ കളിപ്പിക്കുമ്പോൾ സീനിയർ പോയി കളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സീനിയർ വന്ന് കളിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി കളിച്ചാൽ പോരെ എന്ന് ചോദിച്ച കുറേ കായിക താരങ്ങളും കോച്ചുമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് പോയിട്ട് കൊച്ചന്ന് അവിടെ വിൻ ചെയ്ത് പിറ്റത്തെ വർഷം തൊട്ട് എല്ലാ അണ്ടർ 30 പിള്ളേരും പോയിട്ട് സീനിയർ കളിക്കാൻ തുടങ്ങി. അത് ഒന്ന് എല്ലാവർക്കും കാര്യം മനസ്സിലായി കഴിയുമ്പോൾ മനസ്സിലായി കഴിയുമ്പോൾ എല്ലാവരും ആ ഫീൽഡിലേക്ക് അങ്ങനെ എത്തും. ഞാനൊക്കെ സീനിയർ കളിക്കാൻ പോകുമ്പോൾ സീനിയർ കളിക്കാൻ 6 പേരില്ല. ഡബിൾസിന് ടീം ഇല്ലാഞ്ഞിട്ട് കളിക്കാതെ വന്നു, സിംഗിൾ മാത്രം കളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോകുമ്പോൾ സീനിയേഴ്സ് ഒരു സീനിയർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ പൊസിഷൻ വരിക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടീം ഒരു 4 ടീമൊക്കെ വരുള്ളൂ, മത്സരിക്കാൻ വരത്തില്ല. അപ്പം നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പോയി അപ്പോഴത്തേക്ക് മത്സരിച്ചു, ജയിച്ചു. പിന്നെ ഈ ചെറിയ കുട്ടികളും സീനിയറിലേക്ക് മത്സരിക്കാൻ പോയി. അതുകൊണ്ട് അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് കൂടി, നമ്മൾ പോയതിലും സ്റ്റാൻഡേർഡ് ഓട്ടോമാറ്റിക്കലി കൂടി. പക്ഷെ അത് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതേപോലെ ഹയർ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും കോമ്പറ്റീഷന് പോകണം. നമ്മൾ കേരളത്തിലെ കുട്ടികളുടെ ഇതിനെ പറ്റിയാണല്ലോ സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. കാരണം നാഷണൽ സ്റ്റേറ്റിൽ വരുന്ന കുട്ടികളും അല്ലെങ്കിൽ മുകളിലേക്ക് ഉയർന്ന് ഒറ്റവട്ടം ജയിച്ചെന്ന താഴെയുള്ള കുട്ടികൾ മുകളിലേക്ക് വരും. അപ്പോൾ അവര് എല്ലാ കോമ്പറ്റീഷനും പോകണം. അപ്പം അതിനുള്ള സാഹചര്യം പേരൻസ് ഒരുക്കി കൊടുക്കണം. So Mr. Matthew is saying that badminton as a sport is developing in the state of Kerala. Basically, now there are more than double the number of 4 to 5-year-old girls who are playing the sport. A lot of academies have mushroomed, and there's a lot of effort and hard work that's going in to develop the sport and develop girls playing badminton, especially in the state. He says that there is a lot of emphasis that needs to come in on exposure to competition. The associations, parents, clubs, they have to do more in terms of ensuring that not just the coaching and the mental fitness, but exposure in a large concerted manner to competitions is the key to success when it comes to girls playing badminton from the state. He talked about the fact that in the initial formative years till class 7, he accompanied her to all these competitions, and that is what he believes gave her that edge when it came to participating nationally and internationally. Mr. Matthew also spoke about the fact that it was only when
she moved at the age of 17, 6 years ago, to the Gopichand Academy, that she moved from a singles game to a doubles game. And, the power, the strength, etc., was analyzed. Even Gayatri, for that matter, was a singles champion. And then they came together. And the fact that she was then encouraged to participate as part of the doubles team, that came from the exposure, that came from scientific coaching, that came from the Gopichand Academy. And he's thankful for that. He also talked about the fact that parents have a special responsibility to go out there and create opportunities for their wards, especially the girls, if they want to ensure that the girls go on to play at the state, national, and international level. So that's a clarion call for parents to go out there and do more, not just focus on the academics, but focus on sports as an ambition, and all the dreams can come true. Interestingly, he mentioned that cricket gets all the support that it deserves as a sport. But when it comes to sports like badminton, comes to volleyball, he thinks that the emphasis is that all stakeholders have to do more. The associations have to do more. They are doing a lot, but they have to do far more. The parents themselves have to ensure that the experience and the exposure is there. എനിക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് മിസ്റ്റർ മാത്യു. ട്രീസ ആ മെഡലൊക്കെ ജയിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം വേൾഡ് ചാമ്പ്യൻ ആയിട്ടാണോ വീട്ടിലിരിക്കുന്നത്, അതോ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ചെറിയ കുട്ടിയായിട്ട് നിങ്ങളുടെ മകളായിട്ട് എന്താ കഴിക്കുന്നത്, വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നോർമൽ ഹാബിറ്റ്സ് എന്തുവാണ്, ജോക്സ് പറയുമോ, എന്ത് വെച്ചിട്ടാണ് ഇറിറ്റേറ്റഡ് ആവുന്നത്, അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ സാധാരണ പോലെ തന്നെ നാട്ടിൽ വരുമ്പോഴും ഇപ്പോഴാണെങ്കിലും അങ്ങനെയൊന്നുമില്ല, സാധാ പോലെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. ട്രിസ എപ്പം കണ്ടാലും ട്രിസ എല്ലാവരോടും പോയിട്ട് വിശേഷം ചോദിക്കും. ഇല്ലെങ്കിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം ഗെയിം കളിക്കാൻ പോകുമ്പോഴെല്ലാം ജോക്ക് പറയും. ട്രിസ നല്ല ജോക്കെല്ലാം പറഞ്ഞ് ചെറിയ പ്രായത്തിൽ ട്രിസയ്ക്ക് മറ്റു കുട്ടികളുടെ പേരൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു. അവള് എല്ലാവരോടും ജോക്ക് പറയും, നന്നായി സംസാരിക്കും. ഫുഡ് ഇപ്പം ഇതുമായി കളിയുമായി ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്, കൺട്രോൾ ചെയ്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ എല്ലാവരും ഹാപ്പിയാണ്. ഫിലിം കാണും, ഫിലിമൊക്കെ കൊച്ചിന് ഇഷ്ടമാണ്, സമയം കളയുന്ന അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്നാണേലും കാണും, ഹൈദരാബാദിൽ നിന്നും അത്യാവശ്യം. പിന്നെ കൂടുതൽ സമയം പ്രാക്ടീസ് ആണല്ലോ. ഇവിടെ വരവ് വളരെ കുറവാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഹൈദരാബാദിൽ പോകും. ഇവിടെ എപ്പോഴും വരാൻ പറ്റത്തില്ല, ട്രെയിനിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു സെക്ഷൻ പോലും കളയാതെ ഇങ്ങോട്ട് വന്നാലും ഇവിടെയും പ്രാക്ടീസ് ചെയ്യും. All right. So Mr. Matthews basically saying that she is just an ordinary girl. When she comes back home, she inquires about everyone's welfare. She cracks jokes with her friends that she used to do even when she was a small child. And she is very comfortable with the parents of the children with whom she has played and she's playing. And she's just an ordinary person. They come from a simple background, and she loves her food. But then that's also dictated by the regimen that she follows with regard to coaching and training. So it's regulated to that extent. She loves watching films, and she goes out with her friends and watches films even in Hyderabad, where she is currently staying. മിസ്റ്റർ മാത്യു ഞങ്ങളോട് പല കാര്യങ്ങളും സംസാരിച്ചു. പക്ഷെ ആ ഒരു മൊമെന്റ് നിങ്ങൾ ടി വിയിലായിരുന്നല്ലോ അത് കണ്ടത്, ആ മെഡൽ ജയിച്ചതിന്റെ ആ മൊമെന്റ് കണ്ടത്, ആ സമയത്ത് എന്താണ് ഇമോഷണലി എന്താണ് ഫീൽ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്തത്? ശരിക്കും സന്തോഷം കൊണ്ടുള്ള ഇമോഷണൽ ഉണ്ടായി. പിന്നെ വളരെ സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ആ മൊമെന്റിനെ അങ്ങനെ കണ്ടു. വളരെ സ്പിരിറ്റോടുകൂടി ആണ് കളി കണ്ടത്. എന്ത് സംഭവിക്കും മുന്നോട്ട് എന്നുള്ള ആ ഒരു ത്രില്ലിലായിരുന്നു. അപ്പം വളരെ അഭിമാനമായി തോന്നി. This is Daisy, Trisa's mother. She's basically saying that she was at home watching that particular moment when they won the medal. There was a lot of enthusiasm, a lot of thrill, a lot of anticipation, and the family was extremely emotional at that particular moment. ട്രീസ വീട്ടിൽ വരുമ്പം എങ്ങനെയാണ് ഒരു മെഡൽ വിന്നർ, നാഷണൽ മെഡൽ വിന്നർ ആയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്തോ കഴിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്? ട്രീസ ഈസ് നോർമൽ ഗേൾ ആയിട്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് പോയ കുട്ടിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു വരുന്നത്. പിന്നെ പഴയ ഓർമ്മകളും ഒക്കെ പറയും.
അതിൽ കൂടുതൽ സംസാര വിഷയങ്ങൾ സ്പോർട്സ് മേഖല തന്നെ ആയിരിക്കും. ചെറുപ്പം മുതൽ അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു ഇതിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ. അപ്പം കോമൺ ആയിട്ട് സാധാരണ നോർമലായിട്ട് അതേപോലെയാണ് തിരിച്ചു വരിക. കുറച്ച് ദിവസമേ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറുള്ളൂ. കൂടി വന്ന 2 ദിവസം 3 ദിവസം, അതിൽ കൂടുതൽ ഒന്നും നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അത് പെട്ടെന്ന് അങ്ങ് കടന്നു പോകും. പിന്നെ ഹൈദരാബാദിലാണ് ഞങ്ങൾ 1 വീക്കൊക്കെ ചെലവഴിക്കുക. അക്കാദമിയിലും അങ്ങനെയാണ്. വീട്ടിൽ വരുമ്പോ എന്താണ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്നത്? എന്താണ് അമ്മയുടെ അടുത്ത് വന്ന് ഉണ്ടാക്കാൻ? നമ്മുടെ ട്രഡീഷണൽ ഫുഡൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇപ്പൊ അവളുടെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ടേസ്റ്റിന് നമ്മുടെ ട്രഡീഷണൽ ഫുഡൊക്കെ എടുക്കും. അത് കൺട്രോൾ ചെയ്ത് ഇവിടെ നാട്ടിൽ വരുമ്പോൾ പ്രാക്ടീസ് ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഫുഡിൽ കൺട്രോൾ ഉണ്ട്. ശരി, താങ്ക് യു സോ മച്ച്. നിങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. For India's best multi-sports coverage, your platform is one, and that's Rev Sports. So like, share, subscribe, and ring that notification bell. I think by now you know that we will be everywhere in different parts of the world and bring you on-ground reportage. As I said, your best multi-sports coverage on Rev Sports, your favorite destination.